ചാമ്പ്യൻസ് ലീഗ് റൗണ്ട് ഓഫ് 16 4 മത്സരങ്ങളായിരുന്നു നടന്നിരുന്നത്. ആദ്യത്തെ മത്സരം ഗാലറ്റസറായ അതുപോലെ തന്നെ ലിവർപൂൾ തമ്മിലുള്ള ഒരു മത്സരമായിരുന്നു. സറായുടെ ഗ്രൗണ്ടിലായിരുന്നു ഈ ഒരു മാച്ച് നടന്നത്. അവർ എതിരില്ലാത്ത ഒരു ഗോളിന് ജയിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എനിക്ക് തോന്നുന്നു അടുത്ത മത്സരം അത് നടക്കുന്നത് ആൻഫീൽഡിലാണ്. വെൽക്കം ടു ആൻഫീൽഡ് എന്നാണല്ലോ. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് ഗാലറ്റസറായി വാങ്ങിക്കൂട്ടാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അടുത്ത റൗണ്ടിലേക്ക് ലിവർപൂൾ പോകാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അടുത്ത് നോക്കുമ്പോൾ ബയൺ മ്യൂണിക്ക് അറ്റ്ലാന്റ മത്സരം, ഇതൊരു തകർപ്പൻ മാച്ചായിരുന്നു. 1-6 ബയൺ മ്യൂണിക്ക് ജയിച്ചത്. ഒലിസൊക്കെ വേറെ ലെവല് കളിയായിരുന്നു ഈ ഒരു മാച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു. 2 ഗോൾ എന്തായാലും സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല അത്ലറ്റിക്കോ മാഡ്രിഡ് ടോട്ടൻഹാം മത്സരം 2-5 എന്നൊരു സ്കോറിനാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് ജയിച്ചിട്ടുള്ളത്. ഈ ഒരു മാച്ചിൽ 15 മിനിറ്റ് ആകുന്ന സമയത്ത് തന്നെ ഗോൾ കീപ്പറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ് നമ്മൾ കണ്ടത്. ആദ്യം തന്നെ 3 ഗോളുകൾ കൺസിഡർ ചെയ്തു. അതിൽ ഗോൾ കീപ്പറിന്റെ മിസ്റ്റേക്സ് ആണ് എടുത്തു പറയേണ്ട കാര്യം. അപ്പോൾ ആദ്യമേ തുടക്കം തന്നെ പാളി ടോട്ടൻഹാമിനെ സംബന്ധിച്ച്. പിന്നീട് അങ്ങോട്ട് പിന്നെ ചറവറ വാങ്ങി കൂട്ടുമായിരുന്നു. അപ്പോൾ 5-2 എന്ന സ്കോറിനാണ് അവർ പരാജയപ്പെടുത്തുള്ളൂ. ഇനി ഒരു തിരിച്ചു വരവ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ എതിരെ ഏറ്റവും മികച്ച അറ്റാക്കിംഗ് ഉള്ള ബാഴ്സയ്ക്ക് അടിക്കാൻ പറ്റിയത് 3 ഗോളാണ് ഹോമിൽ. അപ്പോൾ ഈ ഒരു ടോട്ടൻഹാമൊക്കെ ഇനി 3 ഗോൾ അടിച്ച് തിരിച്ചു വരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതിനുള്ള സാധ്യത കുറവാണ്. അത്ലറ്റിക്കോ മാഡ്രിഡ് അടുത്ത റൗണ്ടിലേക്ക് പോകാനാണ് സാധ്യതകൾ കൂടുതൽ. പിന്നെ ബാഴ്സലോണ ന്യൂകാസ്റ്റൽ യുണൈറ്റഡ് മത്സരം 1-1 സമനിലയാണ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൽ ആദ്യത്തേതിൽ ലിവർപൂൾ തന്നെ അടുത്ത റൗണ്ടിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. രണ്ടാമത്തേതിൽ ബയൺ മ്യൂണിക്ക് ഓൾറെഡി പോയി, ഇനിയൊന്നും പറയാനില്ല. ഇനി ഒരു തിരിച്ചു വരവ് അറ്റ്ലാന്റയ്ക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതും ബയന്റെ ഹോമിലാണ് ഇനി അടുത്ത മത്സരം നടക്കാനിരിക്കുന്നത്. ഇത് എവേ മാച്ചായിരുന്നു. എവേയിൽ പോയിട്ടാണ് അറ്റ്ലാന്റയുടെ ഹോമിലാണ് അറ്റ്ലാന്റ അങ്ങ് തീർത്ത് കെട്ടിവിട്ടത്. അപ്പോൾ ഇനി ഒരു തിരിച്ചുവരവ് അതിലുണ്ടെന്ന് തോന്നുന്നില്ല. അതുപോലെ തന്നെ അത്ലറ്റിക് മാഡ്രിഡ് ടോട്ടൻഹാം മത്സരവും അത്ലറ്റിക് മാഡ്രിഡ് അടുത്ത റൗണ്ടിലേക്ക് കടന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ന്യൂകാസിൽ ബാഴ്സ മാച്ചിൽ ബാഴ്സയെ സംബന്ധിച്ച് ഇനി അവരുടെ മാച്ച് ഹോമിലാണ് നടക്കുന്നത്. ഈ ഒരു ബാഴ്സയുടെ ഹോം ഗ്രൗണ്ട് റെനോവേഷൻ ചെയ്ത് അത് പുതിയത് കെട്ടിയെടുത്തതിന് ശേഷം പിന്നീട് ഇതുവരെ അവിടെ അവർ തോറ്റിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല. എന്നാലും ബാഴ്സയ്ക്കാണ് കൂടുതൽ സാധ്യത.